വെൽക്കം ടു ജോളി ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ക്ലാസ് 10ലെ ഒരു ന്യൂ ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത് ഇൻ മാത്സ്, വിച്ച് ഇസ് ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാം. സോ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് 9th നമ്മൾ പഠിച്ചിട്ടുള്ളത്, ദിസ് ഇസ് ഫ്രം 9th സ്റ്റാൻഡേർഡ്. ഓക്കെ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 9th നമ്മൾ ഫസ്റ്റ് പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ 2 നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അന്നേരം അതിനകത്ത് ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി 2 ഇസ് കോൾഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. സോ ഡിഗ്രി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ എ പോളിനോമിയൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിനെ എഴുതിയിട്ടുണ്ട്, ഈ ഒരു പോളിനോമിയൽ x³ - 2x² + x⁴. അന്നേരം ഈ ഒരു പോളിനോമിയലിനകത്ത് 1, 2, 3 3 ടേംസ് ഉള്ളത്. നമ്മൾ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇങ്ങനത്തെ നമ്പേഴ്സ് പ്ലസ് വേരിയബിൾസ്, അതിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോളിനോമിയലിനകത്ത് 3 ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം x³, സെക്കൻഡ് ടേം 2x², തേർഡ് ടേം x⁴. ഈ 3 ടേംസിനകത്ത് എക്സ് എന്ന് പറഞ്ഞാണ് നമ്മളുടെ വേരിയബിൾ, ഈ പോളിനോമിയലിനകത്ത് വേരിയബിൾ എക്സ്. സോ ഈ എക്സിന്റെ പവർ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റിനകത്ത് പവർ 3, സെക്കൻഡിനകത്ത് പവർ 2, തേർഡിനകത്ത് പവർ 4. ഇനി ഇപ്പം 3, 2, 4 ഇതിനകത്ത് ഹയസ്റ്റ് നമ്പർ ഏതാണ്? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ, 4 അല്ലേ. സോ ഹയസ്റ്റ് പവർ ഏതാണോ നമ്മളുടെ പോളിനോമിയലിനകത്ത്, ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് നമ്മളുടെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് പോളിനോമിയലിനകത്ത് ഡിഗ്രി എത്രയാ? ഡിഗ്രി ഈസ് 4. അപ്പം ഇങ്ങനെയാണ്. ഇപ്പം ഞാനൊരു വേറൊരു പോളിനോമിയൽ എഴുതുക, x² + 2x + 1. ഈ ഒരു പോളിനോമിയലിനകത്ത് ഫസ്റ്റ് ടേമിൽ എക്സിന്റെ പവർ 2, സെക്കൻഡ് ടേമിൽ എക്സിന്റെ പവർ 1, തേർഡ് ടേമിൽ എക്സിന്റെ പവർ 0. എക്സേ ഇല്ല അവിടെ. ഓക്കെ, സോ ഇതിനകത്ത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാ? 2 അല്ലേ. സോ ഈ ഒരു പോളിനോമിയലിനകത്ത് ഡിഗ്രി 2 ആണ്. സോ ഇങ്ങനത്തെ പോളിനോമിയൽ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ വീണ്ടും ഒരു പോളിനോമിയലിന്റെ എക്സാമ്പിളോടുകൂടെ പറയാം. ഏതെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുക, ഡിഗ്രി 2 ഉള്ളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ x² + 1 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തു. ഇതിനകത്ത് എക്സിന്റെ പവർ 2, ഇതിനകത്ത് എക്സിന്റെ പവർ 0, ഗ്രേറ്റർ ഇതാണ്. സോ ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണ്. സോ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഞാൻ കൺസിഡർ ചെയ്യുക. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഞാൻ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനെ മുഴുവനോടെ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ മുഴുവനോടെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ when we equate a quadratic polynomial to 0 we get quadratic equation. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x² + 2x - 1. ഇതിനകത്ത് x²-നകത്ത് എക്സിന്റെ പവർ 2, ഇതിനകത്ത് എക്സിന്റെ പവർ 1, ഇതിനകത്ത് എക്സിന്റെ പവർ 0. സോ 2 അല്ലേ ഗ്രേറ്റർ. അപ്പം ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന് മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതേ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഞാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ, കണ്ടോ ഈ സെയിം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇതിനെ ഞാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് മുഴുവനോടെ എന്താകും? ഇത് മുഴുവനോടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് മുഴുവനോടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകും. സോ that is the introduction about what is a quadratic equation. When we equate a quadratic polynomial to 0 we get a quadratic equation. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ വേരിയബിൾ എക്സ്. ഞാൻ വേരിയബിൾ എക്സിലുള്ള ഒരു പോളിനോമിയലിനെ കൺസിഡർ ചെയ്യുക, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കൺസിഡർ ചെയ്യുക. അത് ഈക്വൽ ടു 0 ചെയ്യുമ്പം അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. അപ്പം അങ്ങനത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² + bx + c എന്നാണ്. where a is not equal to 0. കാരണം a 0 ആയി പോയാൽ പിന്നെ ഈ ടേം ഇല്ലല്ലോ. ഈ ടേം ഇല്ലാതെ ആയാൽ പിന്നെ ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി 1 ആകും.
അപ്പം ഡിഗ്രി 1 അല്ലല്ലോ, നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ വേണ്ട. അതുകൊണ്ട് വേറെ എന്തൊക്കെ 0 ആയാലും കുഴപ്പമില്ല, പക്ഷെ a 0 ആകാൻ പാടില്ല ഡിഗ്രി 2 ഉള്ള ഇക്വേഷനകത്ത്. അപ്പം ഇതാണ് നമ്മൾ 9th പഠിച്ചിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇഫ് ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഈ ഒരു ഫോമിന് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവില്ലേ. സോ ദിസ് ഇസ് ദ സെയിം, ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് ഇത്രയും ഇസ് ദ ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അത് ഈക്വൽ ടു 0 ചെയ്തപ്പം ഇത്രയും, ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിനകത്ത് എയും ബിയും സിയും റിയൽ നമ്പേഴ്സ്, കോഎഫിഷ്യൻസ്, ഈ വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് റിയൽ നമ്പേഴ്സ്, ആൻഡ് എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അത് ഞാൻ ഇപ്പം പറഞ്ഞ റീസൺ തന്നെ, എ 0 ആയിപ്പോയാൽ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലാതെ ആയിപ്പോകും. സോ എ ഷുഡ് നോട്ട് ബി 0. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു പോളിനോമിയൽ എഴുതാം, 2x² + 4x - 3. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണല്ലോ. ഞാൻ ഈ പ്രോബ്ലത്തിനകത്ത് പിന്നെയും 2x² + 4x - 3, x² + 4x - 3 എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതിനെ ഒരു പേരിട്ട് വിളിക്കും. അപ്പൊ നമ്മൾ സാധാരണ പോളിനോമിയലിന് ഇടാനുള്ള പേരാണ് p of x. ഇപ്പൊ x² പകരം ഇവിടെ t ആയിരുന്നു വെക്ക്, ഇവിടെ എല്ലാം t എന്ന് പറഞ്ഞ വേരിയബിൾ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതെങ്ങനെ എഴുതും, p of t എന്ന് എഴുതും. അപ്പം ഇവിടെ p, q of t എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ r of t എന്ന് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം, ഏത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ബ്രാക്കറ്റിനകത്ത് ഏതാണോ വേരിയബിൾ ആ വേരിയബിൾ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇങ്ങനെ ഞാനപ്പം എൻ്റെ എക്സിലുള്ള, ഇത് എക്സ് വേരിയബിളിലുള്ള പോളിനോമിയൽ അല്ല, അപ്പൊ ഇതിന് ഞാൻ ജനറലി ഇട്ട് കൊടുക്കുന്ന ഒരു പേരാണ് p of x. ഇത്രയത്തിന്റെ പേരാണ് p of x. സോ ജനറൽ ഫോം നമുക്ക് p of x ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. p of x ശരിക്കും എന്ത് തന്നെയാ, ax² + bx + c. So p of x equal to 0 എന്ന് പറയുന്നതും general form of a quadratic equation in variable x ആണ്, where p of x is a polynomial of degree 2. So I think this is clear, and this is the general form of a quadratic equation in variable x. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ജനറലി ഏതൊരു പോളിനോമിയലിനും നമ്മളൊരു പേരിട്ട് കൊടുക്കാൻ പറ്റും, p of x. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പോളിനോമിയലിനെ എടുക്കുക, p of x equal to 2x³ + 5x² - 3. ഇതൊരു ക്യൂബിക് പോളിനോമിയൽ, കാരണം ഇതിന്റെ ഡിഗ്രി 3 ആണ്. ഇതിനെ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 5x² - 3 + 2x³, അല്ലെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് -3 + 2x³ + 5x, അങ്ങനെ 5x², അങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം. ഏത് ഓർഡറിൽ എഴുതിയാലും ഇത് ആ പോളിനോമിയലിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ നമ്മളുടെ ടേംസ് ഇപ്പൊ ഇത് ഏറ്റവും അവസാനം തന്നെ കിടക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇതിങ്ങനെ ഈ പവർ ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ അവരിങ്ങനെ മിക്സ്ഡ് ആയിട്ട് നമുക്ക് തരാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ പവറിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുവാണെങ്കിൽ ഇതൊന്നും ഡിസെൻഡിങ് ഓർഡർ അല്ലല്ലോ. ഇത് 2, ഇത് 0, ഇത് 3, ഇത് 0, 3, 2 ഡിസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡർ ഒന്നും അല്ല, ഇത് മിക്സ്ഡ് ഓർഡറിലാണ് കിടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നോക്ക്, പവർ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 0, കുറഞ്ഞു വരുമല്ലേ വലുതിന്ന് ചെറുതിലോട്ട്. ഇത് ഡിസെൻഡിങ് ഓർഡറിലല്ലേ ഇതിന്റെ പവർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത്. സോ ഇങ്ങനെ കിടക്കുന്ന ഫോമിനെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയും. സോ നമ്മളുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം നമുക്കറിയാം, ax² + bx + c. അപ്പം ഈ ജനറൽ ഫോം ഈക്വൽ ടു 0 എഴുതിയാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇങ്ങനെ നമ്മൾ എഴുതുമ്പം ഇതിന്റെ നോക്ക്, പവർ ഇവിടെ 2, ഇവിടെ ഇതിന്റെ പവർ 1, ഇവിടെ ഇതിന്റെ പവർ 0. സോ ഈ കേസിനകത്ത് ഡിസെൻഡിങ് ഓർഡറിലല്ലേ നമ്മളുടെ വേരിയബിളിന്റെ പവർ കിടക്കുന്നത്. 2, 1, 0 കുറഞ്ഞു വരുമോ, വലുതിന് ചെറുതിലോട്ട് കുറഞ്ഞു വരുമോ. ഇങ്ങനെ ഈ നമ്മുടെ ടേംസിനെ, p of xന്റെ ടേംസിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ, പവറിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുവാണെങ്കിൽ അങ്ങനെ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്.
So this is a very simple concept. You just have to know the name. Standard form of a quadratic equation എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കിടക്കും, ഡിസെൻഡിങ് ഓർഡറിൽ പവർ വരണമെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. Yeah, that's it about standard form of a quadratic equation. So that's the end of today's class. I hope you all enjoyed the video and you'll learn better. So until we meet the next time, bye.